സ്ട്രെങ്ത് ചെയ്താൽ മസിൽസ് ടൈറ്റ് ആവുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ആക്ച്വലി അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? അതിലേക്ക് വരുന്നതിന് മുന്നേ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവത്തിനെ കുറിച്ച് പറയാം. കഴിഞ്ഞ ദിവസം ഒരു സ്പ്രിന്റിംഗ് ഇവന്റ് ചെയ്യുന്ന ഒരു പയ്യൻ എന്നെ വിളിച്ചായിരുന്നു. അവന് സ്ട്രെങ്ത് പ്രോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ എന്നെ വിളിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും പുതിയൊരാൾ വരുമ്പോൾ നേരത്തെ ചെയ്തിരുന്ന പ്രോഗ്രാം ചോദിക്കാറുണ്ട്. ചോദിച്ചപ്പോഴാണ് അറിയുന്നത് സ്ട്രെങ്ത് പ്രോഗ്രാം ഇല്ല. ആക്ച്വലി അത് കേട്ടപ്പോൾ എനിക്ക് വലിയ അതിശയം തോന്നിയില്ല. അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. പക്ഷേ എന്നെ അതിശയിപ്പിച്ചത് എന്തുകൊണ്ട് സ്ട്രെങ്ത് വേണ്ട എന്നാ കോച്ച് പറഞ്ഞ കാരണമാണ്. കാരണം കേൾക്കണ്ടേ, ഓവർ സ്ട്രെങ്ത് ആയാലും പ്രശ്നമാണെന്ന്. ആദ്യം ബേസിക് സ്ട്രെങ്ത് ഉണ്ടാക്കിയിട്ടല്ലേ ഓവർ സ്ട്രെങ്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. നമുക്കിപ്പോ ജസ്റ്റ് ഒന്ന് സയൻസിലേക്ക് പോവാം. വേറൊന്നുമല്ല, മസിൽ ലെങ്ത് പ്ലസ് കൺട്രോൾ ആണ് മൊബിലിറ്റി. അപ്പൊ പ്രോപ്പറായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്താൽ ഫുൾ റേഞ്ച് ഓഫ് മോഷനിലും മസിൽസ് വർക്ക് ആവും. അതുകൊണ്ട് ആക്ച്വലി ഇംപ്രൂവ് ആവുന്നത് സ്ട്രെങ്ത് മാത്രമല്ല, ഫ്ലെക്സിബിലിറ്റിയും കൂടിയാണ്. ഈവൻ റിസർച്ച് പേപ്പേഴ്സ് പറയുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ് എലോൺ ക്യാൻ ഇംപ്രൂവ് ഫ്ലെക്സിബിലിറ്റി സിമിലർ ടു സ്ട്രെച്ചിങ് ഇഫ് ഡൺ പ്രോപ്പർലി. അപ്പൊ എവിടെയാണ് പ്രശ്നം സംഭവിക്കുന്നത്? ഈഗോ ലിഫ്റ്റിംഗ്, പുവർ പ്രോഗ്രാമിംഗ്, ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. അല്ലാതെ സ്ട്രെങ്ത് ട്രെയിനിങ് ഒരു മസിലിനെ ടൈറ്റ് ആക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ഇനി ബാക്ക് ടു നേരത്തെ കഥ. ഈ കാലഘട്ടത്തിലും ഇങ്ങനെ പറയുന്ന കോച്ചസ് ഉണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഫ്യൂച്ചർ അത്ലീറ്റ്സിന്റെയാണ്. ചിലപ്പോൾ നാളത്തെ ഒരു നീരജ് ചോപ്രയോ വിരാട് കോഹ്ലിയോ PR ശ്രീജേഷോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ മുന്നേ നിൽക്കുന്നത്. ഒരറിവില്ലായ്മയുടെ പുറത്തുള്ള തീരുമാനങ്ങൾ മതി ഒരു അത്ലീറ്റിന്റെ ലൈഫ് നശിക്കാൻ. അതുകൊണ്ട് അറിയില്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുക. അറിയാത്ത കാര്യങ്ങളിൽ കമന്റ് ചെയ്യാതിരിക്കാൻ നോക്കുക.